Welcome you all to Kerala School Tuition YouTube channel. So today we are going to discuss class 8 basic science as in the unit 2nd. എന്താണ് യൂണിറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത്? സെൽ ക്ലസ്റ്റേഴ്സ്. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് എന്തോ, ഇവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്. പയ്യൻ എന്തോ ആലോചിച്ച് നോക്കുകയാണ്. എന്തോ ആലോചിക്കുന്നത്? പുള്ളിക്കാരൻ ആലോചിക്കുന്നത് all organs are made up of cells, but how different are the eyes, nose and tongue? ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളുടെ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി വെരി ബേസിക് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സെൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സെൽ മെംബ്രെയിൻ ഉണ്ടെന്നും അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടെന്നും മൈറ്റോകോൺട്രിയ ഉണ്ടെന്നും ഗോൾഗി ബോഡീസ് ഉണ്ടെന്നും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സെൽ ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നെങ്കിൽ പോലും നമ്മുടെ ഓരോ ബോഡി പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ഐസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നോസ് കണ്ടിട്ടില്ലേ? ടങ്ക് കണ്ടിട്ടില്ലേ? ഇത് ഓരോന്നും ഓരോ രൂപവും, ഇത് ഓരോന്നും ഓരോ കളറും, ഇതിന് ഓരോന്നും ഓരോ ഡിഫറൻറ്റ് ടാലൻറ്റുമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണെടുക്കുവാണെങ്കിൽ കണ്ണിൻ്റെ ടാലൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് കണ്ണിൻ്റെ ടാലൻറ്റ്. നോസ് ആണെങ്കിലോ, മൂക്ക്, അത് നമുക്ക് ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യും. പല സ്മെല്ലുകൾ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആക്ച്വലി നോസാണ്. സിമിലർലി നമ്മൾ ടങ്ക് എടുത്താലോ, നമ്മളുടെ വായിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ടങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ടേസ്റ്റ് അറിയാൻ ഈ നാക്കെടുത്ത് വെച്ച് നക്കി നോക്കിയല്ലേ ചെയ്യുന്നത്. സോ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പോലും അവരുടെ ഡിഫറെൻറ്റ് ലുക്കും അവരുടെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയും ഒക്കെ നമുക്ക് എപ്പോഴും ഒരു അമ്യൂസിങ് ആണ്. സോ സംടൈംസ് ആക്ച്വലി വി ഡു ഫീൽ ഇറ്റ് മേ നോട്ട് ബി ട്രൂ, ലൈക്ക് ഓരോ സെല്ലും ഒരേ രീതിയിലാണോ എന്ന രീതിയിലൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാകും. ഡിഡ് യു നോട്ടീസ് ഉണ്ണിക്കുട്ടൻ്റെ ഡൗട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? എന്തായിരുന്നു ഉണ്ണിക്കുട്ടൻ ഡൗട്ട്? ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറെൻറ്റ് ആർ ദ ഐസ്, നോസ് ആൻഡ് ടങ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യെസ്, ഐ ആൾസോ ഫെൽറ്റ് the same doubt. എന്തോ നിങ്ങളുടെ ഡൗട്ട്? നിങ്ങളുടെ ഡൗട്ട് എന്തോ തോന്നിയേ? ഡിഫറൻറ്റ് ഒരു ലൈനല്ലേ ഉള്ളൂ. ഒരു ലൈന് നിങ്ങൾ അത്രയൊന്നും എഴുതണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ലുക്സ് ഡിഫറെൻറ്റ് ആൻഡ് ബിഹേവ് ഡിഫറെൻറ്റ്, ബട്ട് ഓൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ് കോൾഡ് സെൽസ്. ഓക്കെ, അത്ര എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അത്ര എഴുതാം. പക്ഷേ ഇവിടെ ഒരു ലൈനല്ലേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത്രയൊന്നും എഴുതണ്ട. നോക്കാം നമുക്ക്. ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറെൻറ്റ് ആർ ദ ഐസ്, നോസ് ആൻഡ് ടങ്? സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ബിക്കോസ് സൈസ് ഒന്ന് ചെറുതാക്കട്ടെ. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇറ്റ് ഈസ് because of different type of cells. Okay, so are the same type of cells seen in all parts of our body? No, നമ്മുടെ ബോഡിയുടെ പാർട്ടിൽ കാണപ്പെടുന്ന സെൽസ് എല്ലാം ഒരേപോലത്തെ അല്ല. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഡിസ്ക്രൈബ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസസ് ഇൻ യുവർ സയൻസ് ഡയറി. സോ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഹ്യൂമൻ ബോഡി കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി കൊടുത്തിട്ട് എന്ത് എഴുതിയിരിക്കുന്നത്? ഇവിടെ ഹെഡിൻ്റെ പടം കൊടുത്തിരിക്കുന്നു. ഹെഡിൻ്റെ പടത്തിൽ നിന്നും ഒരു പ്രൊജക്ഷൻ പുറത്തോട്ട് വരച്ചിട്ടുണ്ട്. അതിനകത്തൊരു സെല്ല് കൊടുത്തിട്ടുണ്ട്, അതിനെ നെർവ് സെല്ലെന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മളുടെ ബോൺ, നമ്മുടെ ബൈസപ്സ് അല്ലേ കാണുന്ന കൈയുടെ ബോൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സെല്ലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ബോൺ സെൽ. സോ ബോൺ സെല്ലുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ നെർവ് സെല്ലുണ്ട്. നമ്മളുടെ ഹാർട്ടിൻ്റെ റീജിയനിലോട്ട് അത് വരച്ചിരിക്കുന്നത്. ആക്ച്വലി ഹാർട്ട് മാത്രമല്ല, നമ്മളുടെ ബ്ലഡ് വെസൽസ് എല്ലാം കൂടെ ചേർത്ത് അതിന് ബ്ലഡ് സെല്ലുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ബോഡി, നമ്മളുടെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അതിന് വേണ്ടി മസിൽ സെൽസ് ഉണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് all organs are made up of cells. In human being, all organs are made up of cells, but different body parts consist of different types of cells. For example,
The brain consists of nerve cell, bone consists of bone cells, blood consists of blood cells, muscle consists of muscle cell. മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത പേജിൽ നോക്കാം. Diversity among cells. Each part of the human body is made up of millions of different kinds of cells. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഓരോ പാർട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാലും മില്യൺസ് ഓഫ് സെൽസ് ആണുള്ളത്. ഒരുപാട് സെൽസ് ചേർന്നാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഓരോ ബോഡി പാർട്ടും ഉണ്ടായിരിക്കുന്നത്. There are about 200 different kinds of cells like nerve cell, muscle, blood cell, bone cell, etc. in human body. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മളുടെ ബോഡിയുടെ ഓരോ പാർട്ട്, നമ്മളുടെ ഫിംഗർ എടുത്തു കഴിഞ്ഞാൽ ഫിംഗറിനൊരു ലുക്ക്, ആ ഫിംഗറിനകത്ത് ഹെയർ ഗ്രോത്ത് കാണും, ഫിംഗറിനകത്ത് നമ്മളുടെ നെയിലില്ലേ, നമുക്ക് നഖമില്ലേ, നഖം കാണാം, ഫിംഗറിൻ്റെ കളർ, ഫിംഗറിൻ്റെ അകത്ത് നെർവ് സെൽസ് ഉണ്ട്, അതിനകത്ത് ബ്ലഡ് സെൽസ് ഉണ്ട്, അതിനകത്ത് ബോൺ ഉണ്ട്, അതിനകത്ത് മസിലുണ്ട്. സോ അറൗണ്ട് 200 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ. മനസ്സിലാവുന്നോ? ഇപ്പോൾ നമ്മളുടെ ബോഡിയുടെ ഏതൊരു പാർട്ട് എടുത്താലും അതിൻ്റെ അണ്ടർലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത് സെല്ലാണ്, അതിൻ്റെ അണ്ടർലൈയിങ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. പക്ഷേ എല്ലാ സെല്ലും ഒരുപോലത്തെ അല്ല. ദർ ആർ 200 കൈൻഡ്സ് ഓഫ് സെൽസ് ഇൻ എ ഹ്യൂമൻ ബോഡി. സോ വാട്ട് എ വണ്ടർ അവർ ബോഡി ഈസ്. ഹൗ ഡു മില്യൺസ് ഓഫ് സച്ച് സെൽസ് ഫങ്ഷൻ എഫക്റ്റീവ്ലി വിത്തൗട്ട് ഗെറ്റിംഗ് മെസ്ഡ് അപ്പ്? പുള്ളിക്കാരി ഞെട്ടുന്നുണ്ടല്ലേ? ശരിയാ, നമുക്ക് തോന്നുന്നൊരു ഞെട്ടലല്ലേ? ഇത്രയും മില്യൺസ് ഓഫ് സെൽസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിട്ട് പോലും ഇവന്മാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ നമ്മുടെ ക്ലാസ് തന്നെ എടുത്ത് നോക്കാം. നിങ്ങളുടെ ക്ലാസ് എടുത്ത് നോക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 30 സ്റ്റുഡൻസും ഉണ്ട്, ഒരു ടീച്ചറും ഉണ്ടെന്ന് വെച്ചോ. ഒരു ടീച്ചർ 2 മണിക്കൂർ ക്ലാസ്സിന് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അവസ്ഥ എന്തുവാ? ഒരാളങ്ങോട്ട്, ഒരാളിങ്ങോട്ട്, അവിടെ 2 പേര് തമ്മിൽ അടിയായി, അവിടെ 2 പേര് തമ്മിൽ മൊബൈൽ സീക്രട്ടായിട്ട് ഒളിപ്പിച്ചിരിക്കുന്ന മൊബൈൽ എടുത്തു, അവിടെ 2 പെണ്ണുങ്ങൾ നുണ പറച്ചിൽ തുടങ്ങി, അവിടെ അടി തുടങ്ങി, കുശുമ്പ് തുടങ്ങി, ഭയങ്കര ബഹളം. ടീച്ചർ വന്ന് കയറിയാലോ? ടീച്ചർ വന്ന് കയറിയാൽ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, നോ പ്രോബ്ലം, എവറിഥിങ് ഈസ് ഡിസിപ്ലിൻഡ്, കംപ്ലീറ്റ് സൈലൻസ്, എവരി വൺ ആർ റെഡി ടു റിസീവ് ഇൻഫോർമേഷൻ ഫ്രം ദ ടീച്ചർ. പക്ഷേ ടീച്ചർ ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഓക്കെ, സിമിലർലി നമ്മളുടെ ഒരു ബോഡി എടുത്ത് നോക്കിയാൽ അവിടെ മില്യൺസ് ഓഫ് സെൽസ് ആണ്. ഇതിനെ ആരാ ഇങ്ങനെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇതിനെ ആരായിട്ട് ഇത്രയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത്? സോ ആ പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അവർ ബോഡി ഈസ് വർക്കിംഗ് വെൽ ആൻഡ് ഗുഡ്. യെസ്, ദ ഹ്യൂമൻ ബോഡി ഈസ് ഇൻഡീഡ് എ വണ്ടർ. ബോഡി അല്ല, ബോഡി കേട്ടോ, ചിരിക്കണ്ട. യെസ്, ദ ഹ്യൂമൻ ബോഡി ഈസ് ഇൻഡീഡ് എ വണ്ടർ. യെസ്, ഇറ്റ് ഈസ് എ വണ്ടർ. The well-being of the human body depends on the systematic and regulated action of the cells. ശരിയാണ്, നമ്മുടെ ബോഡിയുടെ വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ബോഡിയുടെ ആക്ഷൻ അനുസരിച്ചും സെൽസിൻ്റെ ആക്ഷൻ അനുസരിച്ചുമാണ് ഇരിക്കുന്നത്. സിമിലർ സെൽ ഫങ്ഷൻസ് ടുഗദർ ഇൻ ഗ്രൂപ്പ്, നോട്ട് സെപ്പറേറ്റ്ലി. സച്ച് ക്ലസ്റ്റർ ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ്. ഓക്കെ, സോ ഹിയർ യു ആർ ഗെറ്റിംഗ് എ ഡെഫിനിഷൻ ഫോർ ദ വേർഡ് ടിഷ്യൂ. വാട്ട് ഈസ് ഇറ്റ്? സിമിലർ സെൽസ് function together in group, not separately. Such a cluster of cells are called tissue. If someone asks you what is tissue, you can say tissues are similar kinds of cells. They work in groups in order to perform a particular function. Okay, tissues are groups of similar cells. Similar cells inde oru കൂട്ടങ്ങളാണ് ആക്ച്വലി ടിഷ്യൂ എന്ന് പറയുന്നത്. That have a common origin and perform specific function. So common origin and a specific function. There are different kinds of tissue in a multicellular organism like plants and animals. The coordinated action of these tissues helps in performing different physiological functions effectively. Okay, ഇനി നമുക്ക് എക്സാമിന് വേണ്ടി ഓർത്തിരിക്കാൻ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്ന്, tissues are group of similar cells. Okay, tissues are group of similar cells in the group ആണ് that have a common origin and perform specific functions. മനസ്സിലാവുന്നു? tissues are group of similar cells that have a common origin. So അവരുടെ origin common ആണ് and they perform specific function. മനസ്സിലാവുന്നു?
So there are different kinds of tissue in multicellular organisms like plants and animals. നമ്മുടെ അനിമൽസിൻ്റെ കാര്യം എടുത്താലും പ്ലാന്റ്സിൻ്റെ കാര്യം എടുത്താലും ഒരു ടൈപ്പ് ടിഷ്യൂ അല്ല, പല ടൈപ്പ് ടിഷ്യൂകളുണ്ട് നമ്മളുടെ ബോഡിയിൽ. പല ടൈപ്പുള്ള സെൽസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടില്ലേ. സോ സിമിലർലി പല ടൈപ്പ് ടിഷ്യൂ ഉണ്ട്. The coordinated action of these tissues help in performing different physiological function effectively. So coordinated ആയിട്ട് ഈ പല ടിഷ്യൂസ് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ, ബോഡിയുടെ ആക്ടിവിറ്റീസൊക്കെ എഫക്റ്റീവായിട്ട് നടക്കുന്നതെന്നർത്ഥം. Have you observed the muscle cells and the nerve cell in illustration 2.1? So 2.1 നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. 2.1 എന്ത് ചെയ്യുക ആണ്ടേ 2.1 മസിൽ സെല്ല് നിങ്ങൾ കണ്ടില്ലേ. നമ്മളുടെ ബോഡിയുടെ മസിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഉണ്ട് മസിൽ സെല്ല്. നെർവ് സെല്ല് കണ്ടില്ലേ, ബ്രെയിനിൻ്റെ പാർട്ട്, സ്പൈനൽ കോഡിൻ്റെ പാർട്ട്, ഇവിടെയൊക്കെ നമുക്ക് നെർവ് സെല്ലുണ്ട്. So have you observed the muscle cell and the nerve cell in illustration 2.1? Yes. Though both are cells, they differ so much in appearance. ശരിയല്ലേ, അപ്പിയറൻസിനകത്ത് വ്യത്യാസമല്ലേ. ഈ നെർവ് സെല്ല് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കാണപ്പെടുന്ന നെർവ് സെൽ, മസിലാണെങ്കിലോ വേറെ സ്ട്രെയിൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ്? വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഈ സെല്ലുകൾ ഡിഫറൻ്റ് ആവുന്നത്? ബിക്കോസ് ദ സെൽസ് ആർ ഡിഫറെൻറ്റ് ദെയർ. സെല്ലിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ് അവിടെ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദർ ഡിഫറൻസ്? ഡ്യൂ ടു different structured cells. How do these differences influence the physiological functions? How do these differences influence the physiological function? These differences helps the body എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ദ ബോഡി ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. ശരിയല്ലേ, വേരിയസ് ഫങ്ഷൻസ് എഫക്റ്റീവായിട്ട് ബോഡിയെ പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരല്ലേ. Conduct a discussion on the description given below on the basis of the functions. നോക്കാം. സോ ഇവിടെ ടിഷ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? ഫ്രം എ സിംഗിൾ സെൽ നോക്കാം നമുക്ക്. അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കാൾഡ് സൈഗോട്ട്. സോ സൈഗോട്ട് അല്ലെങ്കിൽ ഭ്രൂണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഭ്രൂണം എന്താ പറയുന്നത്? നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സെൽസ് ചേർന്ന് ഉണ്ടാകുന്ന ഒരു സിംഗിൾ സെല്ല് ആണ് ആക്ച്വലി ഈ സൈഗോട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ അമ്മയുടെയൊക്കെ ഗർഭപാത്രത്തിനകത്താണ് ആക്ച്വലി ഈ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ല് ഉണ്ടാകുന്നത്. സോ അവർ ബോഡി, ഇപ്പോൾ നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, ശരിയല്ലേ? സോ അവർ ബോഡി, നമ്മളുടെ ഇത്രയും വലിയൊരു ബോഡി ഡെവലപ്പ് ചെയ്തത് ഫ്രം എ സിംഗിൾ സെൽ കാൾഡ് സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ന് പറയുന്ന ഭ്രൂണം എന്ന് പറയുന്ന സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മളുടെ ഇത്രയും വലിയ ബോഡിയൊക്കെ നമുക്ക് ഡെവലപ്പായി കിട്ടിയത്. The zygote undergoes continuous division and forms the fetus consisting cells of different shapes. So ഈ സൈഗോട്ടിന് ഒരുപാട് ഡിവിഷൻ നടന്ന് ഫീറ്റസ് ഉണ്ടാവും. ഈ ഫീറ്റസ് കൺസിസ്റ്റിംഗ് ഓഫ് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് കണ്ടന്റ്. സോ ഈ ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു എഗ്ഗ് ആണ് ഈ സൈഗോട്ട് എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് ഒരുപാട് ഡിവിഷൻ നടന്നാണ് പല ടൈപ്പ്, തലയ്ക്കുള്ളത്, കാലിനുള്ളത്, കൈക്കുള്ളത്, മുടിക്കുള്ളത്, ഹാർട്ടിനുള്ളത്, അങ്ങനെ പല ഷേപ്പിലുള്ള, പല സൈസിലുള്ള, പല രീതിയിലുള്ള, പല കണ്ടൻ്റുള്ള സെൽസ് ഫോം ചെയ്യും ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഫീറ്റസ് ആണ്. ഫീറ്റൽ സെൽസ് ഗ്രാജുവലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സോ വളരെ ഗ്രാജുവലായിട്ട്, വളരെ സ്ലോ ആയിട്ട് അവർ അറ്റൈൻ ചെയ്യും ഡിഫറെൻറ്റ് സ്ട്രക്ചറും ഫങ്ഷനും. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് സെൽ ഡിഫറൻഷിയേഷൻ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ സെൽ ഡിഫറൻഷിയേഷൻ, യു ഹാവ് ടു സേ ഇറ്റ്. സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു റിമെമ്പർ എ സ്മോൾ സ്റ്റോറി അബൌട്ട് ഇറ്റ്. സ്മോൾ സ്റ്റോറി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ ആക്ച്വലി
70% ഓഫ് ദ വർക്ക് ഡൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സെൻറ്റൻസുകളൊക്കെ ആദ്യം കാണാതെ പഠിക്കണം, മീനിങ് മനസ്സിലാക്കി കാണാതെ പഠിക്കണം. ലേറ്റർ ഓൺ സ്ലോലി ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് യു, ഡോണ്ട് വറി. ഫൈൻ. ഇഫ് ദ ക്വസ്റ്റ്യൻ ആസ്ഡ് വാട്ട് ഈസ് സെൽ ഡിഫറൻഷിയേഷൻ, സോ എന്താണെന്ന് ആദ്യം മലയാളത്തിലും വിച്ച് എവർ ലാംഗ്വേജ് യു നോ യു ഷുഡ് തിങ്ക് അബൌട്ട് ദ. സോ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ല് ഗ്രാജുവലായിട്ട് ഒരുപാട് ഡിവിഷൻ നടന്ന് പല ടൈപ്പുള്ള സെൽസായി മാറി, ആ പല ടൈപ്പുള്ള സെൽസ് ഗ്രാജുവലായിട്ട് ഡിഫറൻറ്റ് ബോഡി പാർട്ട്, ഡിഫറൻറ്റ് സ്ട്രക്ചറും ഫങ്ഷനും ചെയ്യാനുള്ള ബോഡി പാർട്ടായി മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. സോ സൈഗോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫീറ്റസായി, ഫീറ്റസ് എന്ന് പറയുന്നത് ഒരു 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 ബേബി ഇൻസൈഡ് ദ ബോഡി ആയി മാറുന്ന പ്രോസസ്സാണ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൽ ഡിഫറൻഷിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വിത്ത് കണ്ടിന്യൂവസ് ഡിവിഷൻ ഓഫ് സൈഗോട്ട്, with a continuous division of zygote, multiple cells are formed with a different shape, size and content. Gradually, these fetal cells attain change in structure and function. This process is known as cell differentiation. മനസ്സിലായോ? എഴുതി നോക്കുമോ ഞാൻ പറഞ്ഞത്? അപ്പോൾ സൈഗോട്ട് ഉണ്ട്, അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ് സൈഗോട്ട്. ഫീറ്റൽ സെൽ എന്ന് പറയുന്നത് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്. കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെല്ലായി മാറും. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെല്ലാകുമ്പോൾ ഒരു ബേബിയായി മാറും. അകത്ത് നമ്മുടെ ബോഡിക്കകത്തൊരു മീൻസ് അമ്മയുടെ ബോഡിക്കകത്തൊരു ബേബി ഉണ്ടാവില്ലേ, അതിനാണ് ഈ പറയുന്നത്. നെർവ് സെൽസും ബോൺ സെൽസും ബ്ലഡ് സെൽസും മസിൽസിലും എല്ലാം കാണും. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ്. Formation of fetus, significance of cell differentiation. Write down the consolidation. I വേണം അവിടെ കേട്ടോ. The consolidation of the discussion in the science diary. അപ്പോൾ ഞാൻ പറഞ്ഞത് എഴുതി വെക്കുക സയൻസ് ഡയറിയിൽ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദീസ് സ്റ്റെം സെൽസ്? എന്താണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്? ആർ ദേ the cell within the seeds? So stem cells, നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന പിള്ളേരാണെങ്കിൽ സ്റ്റെം സെൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം സ്റ്റെം സെൽസിൻ്റെ ഡിസ്കവറിയും സ്റ്റെം സെൽസിനെ കുറിച്ചുള്ള റിസർച്ചും ഒക്കെ ഇപ്പോൾ എൻഡപ്പ് ചെയ്ത് നിൽക്കുന്നത് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്റ്റെം സെൽസിനെ ഡിസ്കവർ ചെയ്തവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കൊണ്ടുവന്നു. സ്റ്റെം സെല്ലിൻ്റെ ഡിസ്കവറിയിൽ നിന്നും നമ്മൾ അടുത്ത ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഡിസൈൻ ചെയ്ത റീഗ്രോത്ത് നമുക്ക് ഡിസൈൻ ചെയ്ത ബോഡി പാർട്സ്, ഓർഗൻ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാം എന്ന രീതിയിലാണ് ആക്ച്വലി ഒരു സ്റ്റെം സെൽ റിസർച്ച് ഇങ്ങനെ വന്നു നിൽക്കുന്നത്. ഓക്കെ, സോ ആർ ദേ ദ സെൽസ് വിത്തിൻ ദ സീഡ്സ്? സീഡ്സിനകത്തുള്ള സെൽസ് ആണോ സ്റ്റെം സെൽ എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. So a giant leap in the stem cell research. Science has succeeded in artificially developing tissues from cells. So stem cells നിന്ന് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സയൻസ് സക്സസ് ആയെന്നാണ് പറയുന്നത്. A lot of research has gone into this achievement which would become a milestone in the field of medicine. Have you noticed Sneha's doubt about the newspaper clipping? So ഇതിൽ നിന്നാണ് സ്നേഹയ്ക്ക് ഡൗട്ട് തോന്നി, എന്താണ് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത്? What is the reason for the immense popularity gained by the stem cells? Stem cells in ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാരണം എന്താണെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. Have a discussion on the description given below on the basis of the indicators. So ഇവിടെ സ്റ്റെം സെൽസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ അത് ഇതിനകത്തുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് യൂസ് ദ ഗൂഗിൾ. സോ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ദെയർ. ഫൈൻ. സോ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, ബ്ലഡ് വെസൽസ് ഡെവലപ്ഡ് ഫ്രം ദ സ്റ്റെം സെൽ ഇൻ ദ ബ്ലഡ്. സോ എൻ്റെ ബോഡിയിൽ നിന്നും സെല്ല് വേർതിരിക്കുക സ്റ്റെം സെല്ല്, അതുപയോഗിച്ച് എൻ്റെ ബോഡിക്ക് വേണ്ട ബ്ലഡ് വെസൽസ് ഉണ്ടാക്കുക, എനിക്ക് വേണ്ടുന്ന ഹാർട്ട് ഉണ്ടാക്കുക, എനിക്ക് വേണ്ടുന്ന കിഡ്നി ഉണ്ടാക്കുക. എൻ്റെ കിഡ്നി ഫെയിലറായി കഴിഞ്ഞാൽ വേറൊരു കിഡ്നി സ്റ്റെം വെച്ച് ഉണ്ടാക്കുക, എടുത്ത് വെക്കുക. എൻ്റെ ഹാർട്ട് പോയി കഴിഞ്ഞാൽ എടുത്ത് വെക്കുക. മനസ്സിലാവുന്നു? സോ ഒരു 30-40 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യം വരത്തില്ല. നമ്മളുടെ ബോഡിക്ക് ചേരുന്ന ഓർഗൻ നമ്മളുടെ ബോഡിയുടെ സെല്ല് വെച്ച് തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലം വരും. മനസ്സിലാവുന്നു? ഇതൊരു തരത്തിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മരുന്ന് കമ്പനിക്കാർക്കെല്ലാം ഒരുപാട് ട്രബിളാണ് ആക്ച്വലി പ്രശ്നം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റ്, നമ്മളുടെ നാട്ടിൽ ഡയബറ്റീസ് അല്ലാത്ത ആരുമില്ല. അപ്പോൾ നമ്മളുൾപ്പെടെ ഒരു 35-40 വയസ്സാകുമ്പോഴത്തേക്ക്
പിന്നെ ചോറും തിന്നാൻ പറ്റത്തില്ല, പഞ്ചസാരയും തിന്നാൻ പറ്റത്തില്ല, ഡയബറ്റീസ് ആവും. മനസ്സിലാവുന്നോ? ഈ ഡയബറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് അടിച്ചു പോകുന്നതാണ് ഈ ഡയബറ്റീസ്. നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗനുണ്ട്, ഒരു ഗ്ലാൻഡുണ്ട്. ഈ പാൻക്രിയാസിൻ്റെ ജോലിയാണ് 2 ഹോർമോൺസ് ഉണ്ടാക്കുന്നത്, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇപ്പോൾ ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റൂ. ബോഡിയിലെ ഷുഗറിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ഇൻസുലിൻ വേണം. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസിൻ്റെ പാർട്ട് അടിച്ചു പോകുന്നതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. സപ്പോസ് ഈ നമ്മുടെ സ്റ്റെം സെൽ റിസർച്ച് ഒരുപാട് സക്സസ്ഫുൾ ആയെന്ന് വെച്ചോ, എന്താ പറ്റും? ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിനെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്താൽ പോരെ? മനസ്സിലാവുന്നോ? അപ്പോൾ ഇങ്ങനെ നടന്ന് ടാബ്ലറ്റും കഴിക്കേണ്ട ആവശ്യമില്ല, ഇൻസുലിൻ കുത്തി വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യും. ഓക്കെ, സോ സ്റ്റെം സെൽസ്. Stem cells are specialized cells that can transform into any kind of cells. So that is the first definition. So what are stem cells? What do you need to answer? Stem cells are specialized cells that can transform into any kind of cells. Stem cells undergo constant differentiation and get transformed into other kind of cells. So നിങ്ങൾ ഇവിടെ സൈഗോട്ട് കണ്ടു. ഈ സൈഗോട്ടാണ് ഫീറ്റസ് ആയി മാറുന്നതെന്ന് നിങ്ങൾ കണ്ടു. സോ ഈ സൈഗോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ഈ ഫീറ്റൽ സെല്ലിനുള്ള പാർട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നെർവ് സെല്ലും ബോഡി സെല്ലും ബ്ലഡും മസിലും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ ഫീറ്റസിൽ നിന്ന് ഞാനൊരു സെല്ലെടുത്ത് വെക്കുവാണെങ്കിൽ അതൊരു സ്റ്റെം സെല്ലാണ്, ശരിയല്ലേ? വൈ? ബിക്കോസ് സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. സോ ഫീറ്റസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. Stem cells can either get transformed into other cells through division or exist as such. ഒന്നുകിൽ സ്റ്റെം സെൽ അതായിട്ട് തന്നെ തുടരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലുകളായിട്ട് അവർ ട്രാൻസ്ഫോം ആകുമെന്ന് പറയുന്നത്. When the cells in the tissue get destroyed, new cells develop from the stem cells. So നമ്മുടെ ടിഷ്യൂവിനകത്തുള്ള സെൽസ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ പുതിയ സെൽസ് ഡെവലപ്പ് ചെയ്യും സ്റ്റെം സെൽസിൽ നിന്ന്. സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. സോ നമ്മളുടെ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ എവിടെ നിന്നാണ് ഈ സ്റ്റെം സെല്ല് കിട്ടുന്നതെന്ന് നോക്കുമ്പോൾ നമ്മളുടെ ബോൺ മാരോ എന്ന് പറയുന്ന പാർട്ടുണ്ട്. ബോൺ മാരോ, മജ്ജ, നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്ട്, ഇതിനകത്തൊക്കെ ഈ സ്റ്റെം സെൽസ് ഉള്ള പാർട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റും. Nowadays, science can develop the desired type of cells from the stem cells in research centers under specific laboratory condition. It is expected that the research of stem cells can bring about miraculous changes in the treatment of blood cancer, diabetes, Parkinson's disease, etc. in the manufacture of artificial organ. കാണുന്നുണ്ടോ നിങ്ങൾ? സോ സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഒരു സെല്ലാണ് ദാറ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എനി അതർ സെൽ. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു ബോൺ സെല്ലായോ ഒരു ന്യൂറോൺ സെല്ലായോ ഒരു മസിൽ സെല്ലായോ ഒക്കെ ഇവനെ രൂപമാറ്റം വരുത്താൻ പറ്റും ഒരു സ്റ്റെം സെല്ലിനെ. ഈ സ്റ്റെം സെല്ല് നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫീറ്റസിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കാണും പ്ലാസൻ്റ, പൊക്കിൾക്കൊടി എന്ന് കേട്ടിട്ടില്ല. അതായത് നമ്മുടെ അമ്മയും കുഞ്ഞും മാറി വരുമ്പോൾ ഒരു ട്യൂബ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കത്തില്ല പൊക്കിൾക്കൊടി. ഈ പാർട്ട് സൂക്ഷിച്ചു വെക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടുകൾ, അതായത് ബോൺ മാരോ എടുക്കാം, സ്കിൻ എടുക്കാം, ഡൈജസ്റ്റീവ് ട്രാക്ട് എടുക്കാം, ഇവിടെ നിന്നെല്ലാം കിട്ടും. ഓക്കെ, സോ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ്? സ്റ്റെം സെൽസിന് ഏത് സെല്ലായിട്ട് വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ള സെൽസിന് അത് പറ്റത്തില്ല. കാര്യം അതിന് വേറെ ആയിട്ട് ചേഞ്ച് ആവാൻ പറ്റത്തില്ല. പിന്നോ സ്റ്റെം സെൽസ് ഇന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അതർ സെൽസ് എടുത്താണെങ്കിൽ അത് ഓരോ ബോഡി പാർട്ടിലും അവിടെ ഉള്ള സെല്ലുകളാണെന്നാണ്. മനസ്സിലാവുന്നോ? How is the destruction of cells in tissue compensated? So ടിഷ്യൂവിലുള്ള സെൽസ് ഡിസ്ട്രക്ഷൻ, അതായത് ഏജ് ആകുമ്പോൾ ഓരോ പാർട്ടും പോയി കഴിഞ്ഞാൽ അതിന് പകരം വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള സെൽസ് ഡെവലപ്പായാണ്. സോ ഹൗ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ ടിഷ്യൂ കോമ്പൻസേറ്റഡ്? അത് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കണ്ടോ? വെൻ ദി പച്ച കളറിൽ കാണിക്കാം. When the cells in the tissue get destroyed, new cells develop from the stem cells. So അങ്ങനെയാണ് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഡിസ്ട്രക്ഷൻ. Why is stem cell research gaining importance? Because stem cells are the cells which can differentiate into any other cells. That means stem cells could be used to develop artificial organ.
and that is a solution to different non-curable diseases like blood cancer, diabetes, Parkinson disease, etc. Science diary എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽ ടിഷ്യൂസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ, നെക്സ്റ്റ് വൺ മസ്കുലാർ ടിഷ്യൂ, നെക്സ്റ്റ് വൺ കണക്റ്റീവ് ടിഷ്യൂ. മനസ്സിലാവുന്നു? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളിത് ഓർത്തിരിക്കണം. എപ്പിത്തീലിയൽ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ് എപ്പിത്തീലിയൽ എന്ന് പറയുന്നത്. നെർവസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നെർവസ് ആവില്ലേ പലപ്പോഴും. നമ്മൾ നെർവസ് ആവുക എന്ന് വെച്ചാൽ എന്തുവാ, ഇപ്പോൾ ഒരു പെങ്കൊച്ചിനോട് പോയി ഐ ലവ് യു എന്ന് പറയണം. മനസ്സിലാവുന്നോ? കൈയും കാലൊക്കെ നിന്ന് വിറയ്ക്കത്തില്ല, അതാണ് ഈ നെർവസ് എന്ന് പറയുന്നത്. ഈ കൈയും കാലമൊക്കെ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം നമ്മളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാത്തതുകൊണ്ട്. ഓർ നിങ്ങൾക്ക് സിമ്പിളി ചിന്തിക്കാം, നെർവസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. നമ്മളുടെ ബോഡിയുടെ കോർഡിനേഷൻ, ബോഡി എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നെർവസ് ടിഷ്യൂ ആണ്. മനസ്സിലാവുന്നോ? എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. പിന്നെ വരുന്നത് മസ്കുലാർ. മസ്കുലാർ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ, മസിൽ ബൈസെപ്സ് ഒക്കെ അടിച്ച് കയറ്റത്തില്ല ഓരോരുത്തർ, അതാണ് മസ്കുലാർ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ആ വേർഡിനകത്ത് കൊണ്ടുകൊണ്ട് കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ചിലപ്പോൾ നിങ്ങൾ ബോൺ എടുത്താൽ കണക്റ്റീവാണ്, ബ്ലഡ് എടുത്താൽ കണക്റ്റീവാണ്. അവർ കണക്ട് ചെയ്യും രണ്ട് സ്ഥലങ്ങൾ. സോ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെങ്തിനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനായിരിക്കും. അതിനൊക്കെയാണ് ഈ കണക്ഷൻ ചെയ്യുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ പില്ലറുകൾ ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ കണക്ട് ചെയ്തൊരു ബീം കൊടുക്കത്തില്ലേ, എന്തിനാത്? ഇത് സ്ട്രെങ്ത് കൊടുക്കാനാണ്. ഓക്കെ. അതുപോലെ തന്നെ വീട് പണിയുമ്പോൾ നമ്മൾ പൈപ്പ് കണക്ടിവിറ്റി കൊടുക്കത്തില്ലേ. വീട്ടിലെ കക്കൂസിൽ നിന്നൊക്കെ വേറൊരു പൈപ്പ് ഇങ്ങനെ പോയി പിന്നെ ടാങ്കിൽ നിന്ന്, മേളത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് കക്കൂസിനകത്തോട്ടൊരു കണക്ഷൻ. സോ ഇതെല്ലാം പൈപ്പ് കണക്ഷൻ അല്ലേ. ഇതൊക്കെ എന്തിനാ? ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. വെള്ളം വെളിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇവിടുന്ന് വേസ്റ്റ് കുഴിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ അത്. സോ കണക്റ്റീവ് ടിഷ്യൂ എപ്പോഴും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഓക്കെ. So shall we discuss the content? First one is epithelial tissue. Epithelial tissue covers and protect the body, lines the inner wall of the digestive tract. നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, അതായത് നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മൗത്തിൽ നിന്നും ഒരു അലിമെൻ്ററി കനാൽ ഇങ്ങനെ പോവും. ഇവിടെ ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈന്, ലാർജ് ഇൻറ്റസ്റ്റൈന് വഴി ഏനസ് വരെ പോകുന്ന ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, അതാണ് ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ലൈൻസ് ഓഫ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ഇതിൻ്റെ ഇന്നർ വാൾ കവർ ചെയ്യുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. പെർഫോംസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. സോ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഇങ്ങനെ വെറുതെ കവർ ചെയ്തിരിക്കുക മാത്രമല്ല പരിപാടി, പിന്നെ ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ട്. അതായത് പ്രൊട്ടക്ഷന്, അബ്സോർഷന്, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. നമ്മുടെ ബോഡിയിൽ പല സെക്രീഷനും വേണം. ഫോർ എക്സാമ്പിൾ ഇവിടെ തൊട്ട് മേളിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫുഡ് വായിൽ നിന്നും നമ്മളുടെ ഏനസ് വരെ പോകുന്ന പരിപാടിയാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഇങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് പോകണ്ടേ, ലൂബ്രിക്കൻ്റ് ആയിട്ട്. അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? പോകുന്നത് ഒരു പ്രൊഡക്ഷൻ, മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് പോകുന്നത്. അതൊരു പ്രൊഡക്ഷനാണ്. അതുകൂടാതെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ദഹിക്കത്തില്ലേ. ഈ ദഹിക്കുന്നത് എങ്ങനെയാണ്? ദഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലൊരു ആസിഡ് ഉണ്ട് നമ്മളുടെ സ്റ്റൊമക്കിനകത്ത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? അതും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. മനസ്സിലാവുന്നോ? സോ എപ്പിത്തീലിയൽ ടിഷ്യൂ നിങ്ങൾക്ക് സിംപിളി ഇത്രയും ഓർത്ത് വരിക്കാം: കവറിങ്, സെക്രീറ്റിംഗ്. ഓക്കെ. സോ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കവറിങ് ചെയ്യുന്നു, രണ്ടാമത് സെക്രീറ്റിംഗ് ചെയ്യുന്നു, ഓർ സെക്രീഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. കവറിങ്ങും അത് എഴുതുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കവർ എന്ന് എഴുതാം. കവർ, സെക്രീറ്റ്, രണ്ട് വേർഡുകളാണ് എപ്പിത്തീലിയൽ. എന്തൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് ഇറ്റ് കവർ ദി ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. ഇറ്റ് കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. കവർ ദി inner wall of the digestive tract, cover. Then it secrete different materials into the body. ഓക്കെ ആണോ? ഇനി അടുത്തതെന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ ആണ്. സോ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. നമ്മളുടെ ബോഡിയിലെ ഏതൊരു കാര്യം എടുത്താലും, അതായത് നമ്മളുടെ ബ്രീത്തിങ് എടുത്താലും,
ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ എടുത്താലും ലങ്സിൻ്റെ ഓപ്പറേഷൻ എടുത്താലും ഡൈജഷൻ്റെ ഓപ്പറേഷൻ എടുത്താലും ഏതെടുത്താലും അതൊരു ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. സോ നമ്മളുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് ടിഷ്യൂ ആണ്. ഇറ്റ് എനേബിൾസ് ടു റെസ്പോണ്ട് identifying the changes inside and outside the body. So nervous system help us to respond, identifying the changes inside and outside the body. So നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് നമ്മുടെ ബോഡിയുടെ പുറത്തും അകത്തും നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നെർവസ് ടിഷ്യൂവിൻ്റെ പരിപാടികൾ. അടുത്തതെന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ. സോ മസ്കുലാർ ടിഷ്യൂ എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്, enables the movement of the body. സോ അതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് ആയിരിക്കും. സോ മസിൽസ് എന്ന് പറയുന്നത് എന്തുവാ? മസിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളയ്ക്കാനും നോക്കാനും എല്ലാം പറ്റണം മസിൽസ്. അപ്പോൾ ആരെങ്കിലും ഇടിക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് റെഡി ആയിട്ടിരിക്കത്തില്ലേ, അത് നമ്മൾ റിലാക്സ് ചെയ്ത് ഇടാൻ പറ്റും. സോ മസ്കുലാർ എന്ന് പറയുന്നത് ഒന്ന്, ദിസ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് ദാറ്റ് ക്യാൻ റീഗെയിൻ ദി ഒറിജിനൽ സ്റ്റേറ്റ്. ഫൈൻ. സോ ദാറ്റ് മീൻസ് യു ക്യാൻ റൈറ്റ് കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ്. ശരിയല്ലേ? കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്പാൻഡ്. രണ്ടെന്ന് പറയുന്നത് ബോഡിയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? മസിൽസ് ഇങ്ങനെ വളയെ നോക്കിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. നമ്മളുടെ ബോൺ വളയത്തില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ബോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കട്ടിയായിട്ട് അങ്ങ് നിന്ന് കളയും. സോ ഈ ബോൺ പല പീസുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയാണ്. സോ മസിൽസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവന്മാരെ കൊണ്ട് നടക്കും. So it enables our body's movement. One, it can contract and it can expand. Muscular tissue. Nervous tissue എന്താ പറഞ്ഞേ? ഒന്ന് control and coordination and respond to internal and external stimulus. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കണക്റ്റീവ് നോക്കാം. Either connects different tissue. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, either connects different tissue or act as support to them. ഒന്നുകിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആക്ട് ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. ബോണ്, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് എക്സെട്ര ആർ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂ. പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ഇതെല്ലാം. ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മൾ ബോൺ എടുത്താലും കാർട്ടിലേജ് എടുത്താലും ദാറ്റ് പ്രൊവൈഡ് എ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ആൻഡ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ്, പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നതും ഇതാണ്. ഫൈബർ ടിഷ്യൂ കണക്ട്സ് ദ അതർ ടിഷ്യൂ. മറ്റുള്ള ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഫൈബ്രസ് ടിഷ്യൂ. ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്. ഞാൻ നേരത്തെ എന്തൊക്കെ പറഞ്ഞു? കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീടിൻ്റെ പില്ലറ്, അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നു, ഷേപ്പ് കൊടുക്കുന്നു. പിന്നെ വീട്ടിലെ പൈപ്പുകൾ, പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ തന്നെയാണ് ഇവിടെയും. കണക്റ്റീവ് ടിഷ്യൂ കണക്റ്റ് ചെയ്യുന്നു പല പാർട്ടുകൾ തമ്മിൽ. ബോഡിക്കൊരു ഷേപ്പ് കൊടുക്കുന്നു, ബോഡിക്കൊരു സ്ട്രെങ്ത് കൊടുക്കുന്നു. ഫൈബ്രസ് ടിഷ്യൂ മറ്റുള്ള ടിഷ്യൂസിനെ കണക്റ്റ് ചെയ്യുന്നു. ബോണും കാർട്ടിലേജും ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിക്ക് സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഷേപ്പും ഒക്കെ കൊടുക്കുന്നു. ഒന്നുകിൽ കണക്റ്റ് ചെയ്യും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും ജനറലായിട്ട്. ബ്ലഡ് എടുത്താലോ, ബ്ലഡ് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. നമ്മളുടെ ബോഡിയിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് ബ്ലഡിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. നമ്മളുടെ ബോഡിയിൽ നിന്നും യൂറിയ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ യൂറിയ പോകത്തില്ലേ, ഈ യൂറിയൊക്കെ റിമൂവ് ചെയ്യുന്നത് ആരാ? ബ്ലഡിലൂടെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ബോഡിയുടെ പല പാർട്ടിൽ നിന്നും കിഡ്നിയിൽ യൂറിയ കൊണ്ടുവരുന്നത് ബ്ലഡാണ്. മനസ്സിലാവുന്നു? So observe the slides of animal tissues through a microscope with the help of your teacher. Prepare an illustration showing different types of tissue and their functions. So different type of tissue നെ കുറിച്ച് എഴുതി അതിൻ്റെ ഫംഗ്ഷനും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആൾറെഡി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പല ടൈപ്പുള്ള ടിഷ്യൂ ആണ്, സെയിം ആണ് ആനിമൽസിന്. സോ ഇവിടെ ഒരു മുളയാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലാവുന്ന മുള. നമ്മളുടെ വീട്ടകത്തൊക്കെ ഇല്ലേ മുള, ബാമ്പു. So how fast does this tree grow? Why can't I grow like this? So മുളയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവും, നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ നമ്മൾ അത്രയാവോ? ഇല്ല. കാര്യം എന്താ? അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ആന ഇത്രയും വലുതാണ്, ശരിയല്ല, ഉറുമ്പ് ഇത്രയും ചെറുതാണ്. എന്താ വ്യത്യാസമുണ്ട് മക്കളെ? സിമിലർലി ഉള്ളു, നിങ്ങൾ ആനകളല്ലേ, ഡോണ്ട് വറി. ഓക്കെ. So you too may have had the same doubt. Yes, we also had this kind of doubt.
Is growth in plants and animals alike? No, not at all. Plants-ilum animals-ilum growth-inu വ്യത്യാസമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? Growth in plants is mainly centered at the tip of stems and roots. So root-inde ആ അറ്റത്തും സ്റ്റെമ്മിൻ്റെ അറ്റത്തുമാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നത്. ബട്ട് ഇൻ അനിമൽസ് growth is not confined to any specific area. It is all our body parts this growing affects. So വളരും തോറും നിങ്ങളുടെ തല വലുതാവാറില്ലേ, ഹാർട്ട് വലുതാവാറില്ലേ, നിങ്ങളുടെ ശരീരം വലുതാവാറില്ലേ, കൈ വലുതാവാറില്ലേ, നഖം വലുതാവാറില്ലേ? യെസ് ഓർ നോ? സോ ദീസ് ഓൾ ആർ ത്രൂ ഔട്ട് അവർ ബോഡി. So why does growth in plants occur at a specific area? Why does growth in plants occur at a specific area? Because പ്ലാന്റിന് അതിൻ്റെ ആവശ്യമുള്ളൂ. പ്ലാന്റിന് മേലോട്ട് നീളം കൂടണം, പ്ലാന്റിന് താഴോട്ട് വേറെ ഇറങ്ങിപ്പോകണം. ഇതാണ് മെയിൻ പരിപാടി. അതോടൊപ്പം സ്റ്റോറേജും കാര്യങ്ങളും പ്രായമൊക്കെ ആകുമ്പോൾ അവരുടെ വണ്ണവും കൂടിക്കൊള്ളും. ഫൈൻഡ് ദ ആൻസർ ബൈ അനലൈസിങ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. സോ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. സോ മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് seen at the tip of the stem and the root in the plants. So പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ അറ്റത്തും റൂട്ടിൻ്റെ അറ്റത്തും കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സോ ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ റാപ്പിഡ് ഡിവിഷൻ, പെട്ടെന്നുള്ള ഡിവിഷൻ കാരണമാണ് ഇവരുടെ ഗ്രോത്ത് നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നു? സോ സ്റ്റെമ്മ്, റൂട്ട് എന്നിട്ട് രണ്ടറ്റമാണ് ഈ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കമ്പയർ ദ ഫിഗർ ഓഫ് ദ മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് ദ മെച്യൂർ സെൽ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. സോ ഇത് ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലാണ്, ഇതൊരു മെച്യൂർ സെല്ലാണ്. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ് ആണ് ഇവിടെ ഉള്ളത്. പ്രൈമറി വാൾ ഉണ്ട്, മോർ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസം ഒരുപാടുണ്ട്. ഓക്കെ, ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാലോ മെച്യൂർ സെൽസ് ആണെങ്കിലോ, സോ മെരിസ്റ്റമാറ്റിക് സെല്ല്, മെച്യൂർ സെല്ല്. മെച്യൂർ സെൽസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഓർഗനൽസിലും സെറ്റപ്പായി. ഇതിന് സെപ്പറേറ്റ് സെൽ വാള്, അതിൻ്റെ മെംബ്രെയിന്, അതിനകത്തുള്ള സെൽ ഓർഗനൽസ്. ഇതെന്ന് പറയുന്നത് വാക്യൂളാണ്, ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. മനസ്സിലാവുന്നു? ഇതെന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. എസ് ഓർണോ? മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന എന്താണ്? ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് ഐറ്റമാണ്. ഓക്കെയാ, അതൊക്കെയാണ് നമ്മൾ കാണപ്പെടുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് മെരിസ്റ്റമാറ്റിക് സെൽ, മെച്യൂർ സെൽ. റിലേറ്റീവ് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്. സോ ഇൻ ദ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ കണ്ട് ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ലാർജ് ന്യൂക്ലിയസ് ആണ്. സോ ലാർജ് ആണ്. മെച്യൂർ പ്ലാന്റ് സെൽസിലോ സ്മോൾ ആണ്. ശരിയല്ലേ? ഇവിടെ സെല്ലിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, അതിനകത്ത് ഇത്രയും വലിയ ന്യൂക്ലിയസ്. ഇവിടെ ഇത്രയും വലിയ സെല്ല്, പക്ഷേ ചെറിയ ന്യൂക്ലിയസ്. തിക്നെസ് ഓഫ് ദ സെൽ വാൾ. ഇവിടെ തിക്നെസ് ഓഫ് ദ സെൽ വാൾ എന്താണ്? തിൻ പ്രൈമറി സെൽ വാളാണ്. ഇവിടെ തിന്നാണ്. ഇവിടെ സെൽ വാൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഇവിടെ തിക്കാണ്. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. ഇവിടെ കണ്ടോ നിങ്ങൾ, മോർ സൈറ്റോപ്ലാസം. ഇവിടെ സൈറ്റോപ്ലാസം റെഡ്യൂസ് ചെയ്തു. ആ സൈറ്റോപ്ലാസത്തിൻ്റെ സ്ഥലത്താണ് ഈ വാക്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഹിയർ മോർ ആണ്, മെച്യൂർ സെൽസിൽ ലെസ് ആണ്. സോ ഐ ബിലീവ് സെൽ വാളും സൈറ്റോപ്ലാസം ഒക്കെ അറിയാമോ പിള്ളേരെ നിങ്ങൾക്ക്? ഒരു പ്ലാന്റ് സെല്ലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടറിൽ കാണപ്പെടുന്ന ആദ്യത്തെ സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ കവറിങ്ങിനാണ് ഈ സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ കഴിഞ്ഞ് അകത്തോട്ട് കയറിയാൽ ഒരു മെംബ്രെയിൻ കാണും. അതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കും. സെൽ മെംബ്രെയിൻ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് നിങ്ങൾ അകത്ത് ചെല്ലുമ്പോൾ കാണുന്ന ആ ലിക്വിഡ് സാധനത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ സൈറ്റോപ്ലാസിനകത്താണ് മറ്റുള്ള സെൽ ഓർഗനൽസ് എല്ലാം ഉണ്ടാകുന്നത്. സോ ഇവിടെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ എന്തോ കാണുന്നത്? ഇവിടെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു നീല കളറിലുള്ള സാധനം കാണുന്നത്. ഇത് വാക്യൂളാണ്. ഓക്കെ, സോ ഈ ഒരു യെല്ലോ കളറിൽ കാണപ്പെടുന്ന സൈറ്റോപ്ലാസം, അതിനകത്താണ് ഈ ഓർഗനൽസ് എല്ലാം വരുന്നത്, ന്യൂക്ലിയസ് ഉൾപ്പെടെ. ഓക്കെ, സോ സെൽ വാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് സെൽസ്. ഓക്കെ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എക്സെട്ര. സോ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടിപ്പിൽ കാണപ്പെടുന്ന സെൽസാണ് മെരിസ്റ്റമാറ്റിക്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്ന്
ഒരു ടൈപ്പുള്ള സെല്ലോ ടിഷ്യൂ അല്ല ഉണ്ടാകുന്നത്, പല ടൈപ്പാണ് ഉണ്ടാകുന്നത്. കാര്യം നമ്മൾക്കറിയാം നമ്മുടെ ബോഡിയിൽ ഔട്ടർ കവറിങ് ഉണ്ട്, ഇന്നർ കവറിങ് ഉണ്ട്, ഫ്ലഷ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാന്റിനെ നിങ്ങൾ എടുത്താലും അതിന് ഔട്ടറായിട്ട് തിക്കായിട്ടുള്ളൊരു കവറിങ് കാണും, ഇന്നറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളത് കാണും, അതിനകത്തും വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുപോകാൻ പൈപ്പ് കാണും. മനസ്സിലാവുന്നോ? സോ സൈലം, ഫ്ലോയം, പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, ഇങ്ങനെയുള്ള പല ടിഷ്യൂസും ഫോം ചെയ്യുന്നത് ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് പ്ലാന്റിൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്, ഓക്കെ സോറി അത് ഇതിൻ്റെ ബാലൻസ് ആണ്, എക്സെട്ര ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. ലെറ്റ്സ് ഒബ്സർവ് ദീസ് ടിഷ്യൂ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഒബ്സർവ് ദ സ്ട്രക്ചർ of a plant stem and prepare a note based on your observation. Identify the tissues observed with the help of figure. എന്തോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഒരു പ്ലാന്റിൻ്റെ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സ്റ്റെം ആണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അവിടെ ലബോറട്ടറിയിൽ ചെയ്യാൻ കാണും കേട്ടോ. ഞാൻ നോക്കട്ടെ, ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ മൈക്രോസ്കോപ്പ് ഒപ്പിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഇതവിടെ ചെയ്യാൻ കാണും. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻലാർജ്ഡ് ഫോമായി കൊടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് പല ടൈപ്പുള്ള സെൽസ് നിങ്ങൾ കാണുന്നുണ്ട്. കോളൻ കൈമ കാണുന്നു, പാരൻ കൈമ കാണുന്നു, സ്ക്ലീറൻ കൈമ കാണുന്നു, ഫ്ലോയം കാണുന്നു, സൈലം കാണുന്നു. ഈ ഡയഗ്രാം ഉണ്ടല്ലോ ഇപ്പോൾ കാണുന്നത്, ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് ഈ സ്റ്റെമ്മിൻ്റെ ഈ സ്ട്രക്ചർ വരച്ച് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ, ഫ്ലോയം, സൈലം എല്ലാം ചോദിക്കും. മനസ്സിലാവുന്ന? ഇവിടെ കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. ആസ് ദ നെയിം സജസ്റ്റ്, കണക്റ്റീവ് ടിഷ്യൂ ബൈൻഡ് അതർ ടിഷ്യൂ ടുഗദർ. ഓക്കെ, ടെൻഡൻസ് ദാറ്റ് കണക്ട് മസിൽസ് ടു ദ ബോൺസ്. സോ മസിലിനെ, നമ്മുടെ മസിൽസ് ഉണ്ടല്ലോ, അതിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ലിഗമെൻ്റ് എന്ന് പറയുന്ന വേറൊരു പാർട്ടുണ്ട്. ലിഗമെൻ്റ് ആണ് ബോൺസിനെ ടുഗദർ, the ligaments that connects bones together, and so ബോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൺ ആൻഡ് ബോൺ ലിഗമെൻറ്റും ബോൺ ആൻഡ് മസിൽ ടെൻഡനും, ഫൈബ്രസ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ഐസ് ആൻഡ് കിഡ്നീസ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് ആർ എക്സാമ്പിൾസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. സോ 3 കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന്, ടെൻഡൻ എന്ന് പറയുന്നത് ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ലിഗമെൻ്റ് എന്ന് പറയുന്നത് ബോണും കണക്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്രിക്കറ്റോ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ കാലിൻ്റെ കുഴ തിരിയുവാണെങ്കിൽ നമ്മൾ ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയെന്നൊക്കെ പറയും, ലിഗമെൻറ്റ് സ്ട്രെയിൻ ആയെന്നൊക്കെ പറയും. അതായത് നമ്മളുടെ കാലിൻ്റെ ഈ ബോണും കാലിൻ്റെ ഈ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സാധനമാണ് ലിഗമെൻറ്റ്. ഇത് വലിഞ്ഞ് കളയും ചിലപ്പോൾ, അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം എടുക്കും ശരിയാവാം. മനസ്സിലാണോ? ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്തോ? ഈ ഫൈബ്രസ് ടിഷ്യൂ നമ്മളുടെ കണ്ണിനെയും കിഡ്നിയെയും ഹാർട്ടിനെയൊക്കെ അതായത് സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഇവനാണ്, ഈ ഫൈബ്രസ് ടിഷ്യൂ ആണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ വണ്ടിയുടെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ച് കാണും. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പലരും ചിലപ്പോൾ മരിക്കുന്നത് ഈ ഇൻറ്റേർണൽ ഓർഗൻ ഡാമേജ് കാരണം. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു കാറിനകത്ത് വന്നുകൊണ്ടിരിക്കുക, ഒരു 150 km/h സ്പീഡിൽ ഒരു ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാറിൽ, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കണ്ടു, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും കണ്ടു, വണ്ടി ഷൂന്ന് 0 ആയെന്ന് വെച്ചോ. സോ നമ്മളുടെ ബോഡി 150 km/h സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ബോഡിയിനകത്തുള്ള എല്ലാം ഇൻക്ലൂഡിങ് നമ്മളുടെ ഹാർട്ട് ഉൾപ്പെടെ ആ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ഹാർട്ടിനെ ആ സ്ഥാനത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൈബ്രസ് ടിഷ്യൂ ആണ്. മനസ്സിലായോ? നമ്മൾ 150 നിന്ന് 0 വിത്തിൻ സെക്കൻഡ്സ് ആകുമ്പോൾ ഹാർട്ടും അതിന് ശ്രമിക്കും. ഹാർട്ടിൻ്റെ അകത്തുള്ള ഫൈബ്രസ് ടിഷ്യൂവിൽ നിന്നും ഇവൻ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പലപ്പോഴും മരണം നടക്കുന്നത്, ഇൻറ്റേർണൽ ഓർഗൻ ഡാമേജ്. ഓക്കെ, സോ ബോൺ ആൻഡ് കാർട്ടിലേജസ് ദാറ്റ് ആർ connective tissues helps in the movement and provide shape, support, strength to the body. ബോണും കാർട്ടിലേജും എല്ലാം ഒരു ടൈപ്പുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബിസൈഡ്സ് ദേ കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻറ്റേർണൽ ഓർഗൻ. ഇൻറ്റേർണൽ ഓർഗൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ബോണും കാർട്ടിലേജും ഒക്കെ. നമ്മളുടെ ചെസ്റ്റിൽ ബോൺസ് ഇല്ലേ, വാരിയല് നിങ്ങൾ കണ്ടിട്ടില്ല, അത് ബോണാണ്. അവന്മാർ എന്തോ ചെയ്യും, നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. So blood, the fluid tissue, also belongs to the group of connective tissue. Bloodum fluid tissue connective tissue ആണ്. Blood carries our various functions like transporting respiratory gases, nutrients, providing immunity. ഇതെല്ലാം blood ആണ് ചെയ്യുന്നത്. Connective tissues are the most diverse and the largest in the number our body. നമ്മുടെ ബോഡിയിലുള്ള സെൽസിൻ്റെ എണ്ണം എടുത്താൽ, ടിഷ്യൂവിൻ്റെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതലുള്ളത് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ബോക്സിനകത്ത് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. സോ ഇനി പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അനിമൽ ടിഷ്യൂസ് കണ്ട കണക്ക് പ്ലാന്റിനകത്തുള്ള പല ടിഷ്യൂസും അവന്മാരുടെ ഫീച്ചേഴ്സും, പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, അത് കഴിഞ്ഞ് വാസ്കുലാർ ടിഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്ലാന്റ് ടിഷ്യൂവും ക്വസ്റ്റ്യൻസും ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് പറയണം. ഓക്കെ, മാക്സിമം ഇത് ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് സബ്സ്ക്രൈബർ എണ്ണം കൂട്ടാൻ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇടാം. ഓക്കെ, താങ്ക് യു.